ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചു. കഴിയുന്നത്ര വേഗത്തിൽ ഇതൊക്കെ ചെയ്തെങ്കിൽ കൂടി ഇപ്പോൾ ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത്. അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. സ്റ്റേഡിയത്തിന് അംഗീകാരം കിട്ടാത്തതാണ് അപ്പോൾ ഫിഫയുടെ അല്ല, ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് അല്ല. നോക്കൂ, ഫിഫയിൽ ഇപ്പോൾ നിലവിലുള്ള പ്രകാരം അംഗീകാരം തരാൻ അവർക്ക് കഴിയും. ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകൾ ക്ലിയറൻസുകളാണ് കേരളത്തിൽ നിന്ന് കൊടുക്കാണ്ടിരുന്നത്. അതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ അടുത്ത മീറ്റിങ്ങിൽ നമുക്ക് അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ മാധ്യമങ്ങൾ എന്തോ എഴുതിക്കോ, അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള. ഞങ്ങൾ നല്ല രീതിയിൽ വേണ്ടി ഇതിന് ശ്രമിച്ചു. ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ, 2 ടീമുകൾ ലിസ്റ്റ് ചെയ്ത് റാങ്കിങ്ങിലുള്ള 50 റാങ്കിങ്ങിലുള്ള 2 ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അത്തരത്തിൽ അറിയാമല്ലോ, നമ്മുടെ അടുത്തുള്ള ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലൊരു സ്റ്റേഡിയമാണ്. പിന്നെ നമ്മൾ ശ്രമിച്ച് തിരുവനന്തപുരത്താണ്. അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ ആദ്യമേ അവർ അതിൻ്റെ ഒരു ഫീൽഡ് വളരെ റഫാണ്. അപ്പോൾ അത് അവർ വരും. അങ്ങനെയാണ് നമ്മൾ കൊച്ചി കണ്ടെത്തുന്നത്. അപ്പോൾ കൊച്ചിയിൽ ഫീൽഡൊക്കെ ശരിയാണ്, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളിലുള്ള ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കളി നിർത്തി, കളി പോയി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരും. പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മെസ്സി മാത്രം വന്ന് റോഡ് ഷോ നടത്തി പോയാലോ നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്, ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാകില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല എന്നുള്ളത്. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു കേരളത്തിലൊരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച് നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്ത്. നമ്മൾ ആദ്യം പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഈ കളി അനൗൺസ് ചെയ്ത് അർജൻറ്റീന നാഷണൽ ടീമാണ്, അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്ത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് റെക്ടിഫൈ ചെയ്യാണ്. അവിടെ നടക്കണില്ലേ? നോക്കൂ, നിലവിൽ അവിടെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ആ സ്പോൺസർ ഈ കളി വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിലാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അതുകൂടി അത് സത്യത്തിൽ ആരാധനയൊക്കെ തയ്യാറാവും. സർക്കാരിൻ്റെ സ്റ്റേഡിയം നന്നാക്കാൻ 10-50 കോടി, 50-ലൊന്നും നിൽക്കാൻ പോകണില്ല ഒന്നും. അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കുകയാണ്. നമുക്കൊരു ലൈറ്റ് വരെ ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത്, കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു. അദ്ദേഹം ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കളി വരാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാം നമ്മളെ കൂടെ നിൽക്കുകയാണ്. ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതും നമ്മൾ രക്ഷപ്പെട്ടു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ ഉണ്ടാക്കി ചോദിച്ചതല്ല, ഈ സ്പോൺസർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ കളിക്കുന്നത് അടുത്ത വിൻഡോയിൽ എന്നുള്ളതാണ്. തിടുക്കത്തിൽ ഈ തീയതി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടന്ന് അർജന്റീന ഒരു മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തി. ഈ തീയതിയിലെ പ്രഖ്യാപനത്തിലേക്കൊക്കെ നമ്മൾ പോകേണ്ടിയിരുന്നു. ഈ തടസ്സങ്ങളെല്ലാം പരിഹരിച്ചിട്ട് പോരായിരുന്നു. എന്തിനായിരുന്നു ഈ ഒരു? അതിപ്പോൾ അങ്ങയുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതൊരു പൊതുവേദിയിൽ ചോദിക്കേണ്ട ചോദ്യമല്ല. ഈ മുമ്പും പറഞ്ഞിട്ട് എന്താണ് ഫിഫ വെൻഡോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം. അതിൽ 4 വിൻഡോകളിൽ ഒന്നുള്ളത് നവംബറിലാണ്, പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോ. അപ്പോൾ അങ്ങ് ചോദിക്കുന്നതിൽ അതിലർത്ഥമൊന്നുമില്ല. നമ്മൾ ഈ വർഷം തന്നെ കളി നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു സ്റ്റേഡിയം നിർമ്മാണം, അത് സർക്കാരിൽ നിന്ന് അതിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ വന്ന് താമസിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യുകയാണ് അയാൾ. അപ്പോൾ അതുകൂടി കാണണം. അല്ലാതെ ഇതിനൊരു നെഗറ്റീവായി നിങ്ങൾ കാണണ്ട. നമ്മൾ നോക്കൂ, ഇന്ത്യയിൽ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്കോളയിൽ തന്നെ ഇത്തരത്തിലൊരു കളി വരുന്നതിന് അവിടെ വലിയ രീതിയിലുള്ള എതിർപ്പ് കണ്ടില്ലേ, പത്രങ്ങളിലൊക്കെ നടക്കുകയാണ്. അപ്പോൾ അങ്കോളയിലുള്ള കളി, അതിലൊരു കളി മാറ്റിയിട്ടാണ് അവർ കേരളത്തിൽ വരാമെന്ന് സമ്മതിച്ചിട്ട്. ഇവിടെ ഇതിൻ്റെ ഈ വിൻഡോ
പ്രകാരം എന്നുള്ള കളി എന്ന് പറഞ്ഞാൽ ഫിഫയുടെ കളി തന്നെയാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മളെ അടുത്തുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യണം. അല്ല, നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവംബർ തന്നെ നടത്തണം എന്നാണ്. മാർച്ചിൽ ഒരു ഓഫറുണ്ട്. ഇപ്പോൾ മാച്ച് ഫീ എത്ര കോടി രൂപയാണ്, എത്ര $1 മില്യൺ. അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ചു വാങ്ങിയിട്ട് നമുക്ക് പറയാലോ ശരി എന്ന് പറയാലോ. പക്ഷെ അതല്ലല്ലോ ആ സ്പോൺസർ പറഞ്ഞത്. ഞങ്ങൾ ആ മാച്ച് ഫീ തിരിച്ചു വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കളിക്കില്ല, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, അത് നടക്കില്ല, ഞങ്ങൾ പണം തിരിച്ചു വരാമെന്ന് പറയാം. പക്ഷെ അതല്ല നമ്മൾ പറയുന്നത്. അത് നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കളി നടക്കണമെന്നാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളോടൊപ്പം നിൽക്കുക. ഇനി ബാക്കിയുള്ള വിവരങ്ങൾ 2 ദിവസം കൂടി കഴിയട്ടെ, അധിക വർഷം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഫിഫയിൽ എത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജൻറ്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകൾ അയക്കുകയാണ് ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. അപ്പോൾ ഈ എന്ത് മേശ മാറ്റുമെന്ന് പറഞ്ഞോ? ഞാൻ എന്താ പറയും? ഇയാൾ പറയും. ഞാൻ പറഞ്ഞേ പറയും, ഇയാൾ പറയും. അല്ലല്ല നോക്കൂ, ഞാൻ പറഞ്ഞെന്താ, ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ തന്നെയാണല്ലോ തീരുമാനിച്ചുള്ളത്. ഈ 2 കാര്യങ്ങൾ കൂടി മാത്രമേ നടക്കാനുള്ളൂ. അത് നടക്കും ചെയ്യും. 2 ദിവസം സമയം വേണം, അതാണ് പ്രശ്നം. നോക്കൂ, ഇത് നവംബറിൽ നടത്താനാണ് നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു തർക്കത്തിനില്ല. സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. സർക്കാർ പൂർണ്ണമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി എല്ലാ ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് വിളിച്ചു. അടിയന്തരമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള മീറ്റിങ്ങുകൾ വിളിച്ചു, പോലീസിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചു. അതോടൊപ്പം തന്നെ LSTD, ഫയർ തുടങ്ങിയ എല്ലാ വകുപ്പുകളെയും മീറ്റിംഗ് വിളിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്ത് വരുന്നു. പക്ഷേ 20 ദിവസം മുമ്പാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഇപ്പോൾ 1 ദിവസം വൈകിട്ടുണ്ട്, 1-2 ദിവസം വൈകിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്തും അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പ്ലസ് പോയിന്റ് ശനിയും ഞായറും ഹോളിഡേ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ അപേക്ഷ അവർ വെക്കും. അവരും വന്ന് പരിശോധിച്ച് പോയതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇത് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ കുറേ ആയാലും ഇതിൻ്റെ തുടങ്ങിയിട്ട് ഈ കളി നടക്കും. ഈ കളി നമ്മൾ നടത്തുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചോ തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ അതിനെന്ത് വില കൊടുത്തും അത് നടത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് അതേ രീതിയിൽ തന്നെ മിനിസ്റ്റർ നേരത്തെ പറഞ്ഞത് ഉണ്ടാക്കി ചോദിച്ചു എന്നുള്ളതാണ്. ഈ അടുത്ത വിൻഡോയിലാണ് കേരളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ ഞാനല്ല, സ്പോൺസറാണ്. ആ ചോദ്യം ചോദിക്കാൻ തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട്? ഇപ്പോൾ പറഞ്ഞതല്ലേ, ഞാൻ ഇവിടെ ഉണ്ടാക്കി ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. തന്നോട് ഇവിടുന്ന് ഞാൻ ഇപ്പോൾ തർക്കിക്കാൻ വരുന്നില്ല. എന്താ അറിയോ, അത് ശരിയാവില്ല. മനസ്സിലായില്ല? എന്നോട് വർത്താനം പറയാൻ മറ്റേ ഭാഷ ഞാനതല്ല. ഞാൻ സത്യസന്ധമായി നീതിപൂർവമായി പറഞ്ഞെന്താ, ആ സ്പോൺസർ പറഞ്ഞെന്താ, നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും, ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാൾ പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളത്? അതിനല്ലേ പറയുന്നത്. പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുണ്ടാക്കി പറഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? അപ്പം ഇതാക്കി ചോദിച്ചു വന്നോ? അല്ല, ഇത് സത്യസന്ധമായ കാര്യമാണ്. അത് വളരെ വ്യക്തമല്ലേ. ഇനിയിപ്പോൾ അത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എൻ്റെ സൗകര്യത്തിന് എന്താ വെച്ചാൽ കൊടുത്തു, അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ തോന്നുന്ന മാതിരി പറയണതിന് ഉത്തരം പറയാൻ എൻ്റെ ജോലിയല്ല. പ്രത്യേകിച്ച് 24 പറയാണ്, നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എൻ്റെ. പറഞ്ഞ കാര്യം ചോദിക്കുക മാത്രം, താങ്കൾ ഇഷ്ടമാണ് പറയുന്ന കാര്യം. അല്ല, ഈ പറയുമ്പോൾ നീ ഒരു കാര്യം അറിയിക്കും. നീ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലെ ഉത്തരം പറഞ്ഞതാണ്. വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ? നിങ്ങൾ കണ്ടെത്താൻ മറ്റുള്ള സാധനമൊന്നും ഇതിലില്ല. ഈ സ്റ്റേഡിയത്തിൻ്റെ അപ്രൂവൽ അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കും. നോക്കൂ, അയാൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അത് കഴിയട്ടെ, എന്നിട്ട് അതേക്കുറിച്ച് പറയാം. നമ്മൾ ശ്രമിക്കുന്നത് നവംബറിൽ ഇത് നടത്താനാണ്. നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത്. പൂർണ്ണമായി അടഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്രൂവൽ വരട്ടെ, അതുവരെ നമുക്ക് അത്. ഇപ്പോൾ അർജന്റീനയാണ്
ഈ ഒരു വിൻഡോ കൊടുത്തിട്ടില്ല. അവരിപ്പോഴും പറഞ്ഞെന്താ, ഞങ്ങൾ ചിലപ്പോൾ ഒരു പരിശീലനത്തിനായി പോകേണ്ടി വരും ഈ വിൻഡോയുടെ സമയത്ത് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു രാജ്യത്ത് അവർ കളിക്കുമെന്ന് പറഞ്ഞില്ല. അങ്കോളയിൽ ഒരു കളിയും കേരളത്തിലൊരു കളിയുമാണല്ലോ. അപ്പം അത് നോക്കൂ, അതെന്നെ പറയണത്. അതിലവർ പറയണെന്താ, കേരളത്തിൽ ആ കളിക്ക് പകരം കേരളത്തിൽ ഈ ഫിഫ അപ്രൂവൽ ആയില്ലെങ്കിൽ അവർ സ്പെയിനുമായുള്ള ഒരു പരിശീലനത്തിന് പോവും അവിടെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ആ കളി തടസ്സപ്പെട്ടു എന്നല്ല. ഇത് നമ്മൾ അപ്രൂവൽ വരികയാണെങ്കിൽ അവർ തിരിച്ചു വരും, അത്രയേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.